ക്ലൈമറ്റ് നറേറ്റീവ്സിലെ മൊഡ്യൂൾ 4 ലൂയിസ് എഡ്രിച്ചിൻ്റെ ഫ്യൂച്ചർ ഹോം ഓഫ് ദ ലിവിങ് ഗോഡ് എന്നുള്ളൊരു ഡയസ്റ്റോപ്പിയൻ നോവലാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. എന്താണ് ഡയസ്റ്റോപ്പിയൻ നോവൽ? DYSTOPIAN. ഡയസ്റ്റോപ്പിയൻ നോവൽ എന്ന് വെച്ചാൽ ടൈപ്പ് ഓഫ് ഫിക്ഷൻ. അതിലൊരു ഇമാജിൻഡ് സൊസൈറ്റി ആയിരിക്കും കാണിക്കുന്നത്. ലൈഫ് വളരെ അൺപ്ലസൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒപ്രസീവ് ആയിരിക്കും, ഫ്രൈറ്റനിങ് ആയിരിക്കും. ആൻഡ് ഒരു ബ്രോക്കൺ സൊസൈറ്റി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സൊസൈറ്റി ആയിരിക്കും പോർട്രേ ചെയ്യുന്നത്. യൂഷ്വലി ഡയസ്റ്റോപ്പിയൻ നോവൽസ് അല്ലെങ്കിൽ ഡയസ്റ്റോപ്പിയൻ വർക്ക്സ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ടൈമിലായിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഭയങ്കര റൂള്, ഗവൺമെൻറ് ഒരു ഡോമിനേറ്റീവ് ആയിട്ട് നിൽക്കുന്ന റൂള്, ഫ്രീഡം കാണത്തില്ല, എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റേഴ്സ് ഹാപ്പൻ ചെയ്യുന്നു, എക്സ്ട്രീമായിട്ട് ഇനിക്വാളിറ്റി, അതായത് ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ സിറ്റിസൺസിന് ഫ്രീഡം കാണില്ല. ഗവൺമെൻറ് എപ്പോഴും എന്ത് ചെയ്യും? ഡോമിനേറ്റ് ചെയ്യുന്ന കണക്ക് നിൽക്കും, ഒരു ഡിക്റ്റേറ്റർഷിപ്പ് പോലെ ആയിരിക്കും. അപ്പം സൊസൈറ്റിയിൽ ഫിയർ, സഫറിങ്, ഇൻജസ്റ്റിസ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഡയസ്റ്റോപ്പിയൻ നോവലാണ് എന്തെന്ന് പറയുന്നത് നമുക്കിപ്പോൾ പഠിക്കാനുള്ള പിന്നെ എന്താണ് ഫ്യൂച്ചർ ഹോം ഓഫ് ദ ലിവിങ് ഗോഡ് എന്ന് പറയുന്നത്. വേറെ ഡയസ്റ്റോപ്പിയൻ നോവൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബ്രേവ് ന്യൂ വേൾഡ് ഉണ്ട്, ദ ഹങ്കർ ഗെയിംസ് ഉണ്ട്, പിന്നെ 1984 എന്ന് പറഞ്ഞൊരു നോവലും കൂടിയുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. സോ നമുക്ക് പഠിക്കാനുള്ള ഫ്യൂച്ചർ ഹോം ഓഫ് ദ ലിവിങ് ഗോഡിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ അത് ലൂയിസ് എഡ്രിച്ച് എന്നുള്ള റൈറ്ററാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ലൂയിസ് എഡ്രിച്ച് ഒരു അമേരിക്കൻ ഓതറാണ്, ഒരു സ്ത്രീയാണ് കേട്ടോ. നോവൽസും ഷോർട്ട് സ്റ്റോറീസും പോയട്രിയും ഒക്കെ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഒരുപാട് പ്രൈസും ഇതൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. നേറ്റീവ് അമേരിക്കൻ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ നേറ്റീവ് അമേരിക്കൻ സെറ്റിങ്സ്, ഇൻഡിജിനിയസ് പീപ്പിളിൻ്റെ സെറ്റിങ്സിൽ വെച്ചിട്ടായിരിക്കും ഇവർ ചെയ്യുന്നത്. പുൾസർ പ്രൈസ് ഫോർ ഫിക്ഷൻ കിട്ടിയിട്ടുണ്ട് 2021 ഇവർക്ക്. ആൻഡ് ഓൾസോ നാഷണൽ ബുക്ക് അവാർഡ് ഫോർ ഫിക്ഷനും കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 2017 നോവലാണ് കേട്ടോ, ഫ്യൂച്ചർ ഹോം ഓഫ് ദ ലിവിങ് ഗോഡ് എന്ന് പറയുന്നത്. ഈ നോവലിലെ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത് 26 വയസ്സുള്ള സെഡാർ ഹോക്ക് സോങ് മേക്കർ എന്ന് പറഞ്ഞ ഒരു വുമണാണ്, ഒരു സ്ത്രീയാണ്. ഒരു ഇൻഡിജീനിയസ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഇൻഡിജീനിയസ് വുമൺ ആണെന്ന് പറയാം. അല്ലെങ്കിൽ അവരെ വിളിക്കുന്ന പേര് ഇവിടെ ഒജിബ്വേ കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഒരു സ്ത്രീ. ഒജിബ്വേ എന്ന് വെച്ചാൽ OJIBWE. ഒജിബ്വേ എന്ന് വെച്ചാൽ US-ലും കാനഡയിലും താമസിക്കുന്ന ഒരു എത്നിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇൻഡിജീനിയസ് പീപ്പിളിനെയാണ് നമ്മൾ ഒജിബ്വേ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരു സ്ത്രീയാണ് നമ്മുടെ സെഡാർ ഹോക്ക് സോങ് മേക്കർ, CEDAR. 26 വയസ്സുള്ള അവരാണ് നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ്. അവരെ ഒരു വൈറ്റ് പേരൻസ് ആണ് അവരെ വളർത്തിയിരിക്കുന്നത്. ആൻഡ് പിന്നീട് അവരുടെ ബർത്ത് മദറിനെ അന്വേഷിച്ചു പോകുന്നു. ആ ഒരു കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. സോ ഈ ലൂയിസ് എഡ്രിച്ച് ഈ ഒരു നോവൽ സ്റ്റാർട്ട് ചെയ്തത്, ബിഗാൻ റൈറ്റിംഗ് ദ നോവൽ ഇൻ 2002. അപ്പോൾ ആ സമയത്ത് പ്രസിഡന്റ് ജോർജ് W. ബുഷ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ അദ്ദേഹം ഗ്ലോബൽ ഗാഗ് റൂൾ എന്നും പറഞ്ഞ്, ഗ്ലോബൽ ഗാഗ് റൂൾ GAG, ഗ്ലോബൽ ഗാഗ് റൂൾ എന്നും പറഞ്ഞൊരു സംഭവം സൈൻ ചെയ്തിരുന്നു. ആ ഒരു പെറ്റീഷൻ സൈൻ ചെയ്തിരുന്നു. ഒന്നുമില്ല, അബോർഷനെ കുറിച്ച് സംസാരിക്കരുത്. US ഫണ്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻസ്, വേറെ ഫോറിൻ ഓർഗനൈസേഷൻസ്, മറ്റുള്ള കൺട്രീസിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ള കൺട്രീസിലെ NGOസിന് വേണ്ടി, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസിന് വേണ്ടി US ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്നത് ആ സ്ഥലങ്ങളിലല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓർഗനൈസേഷനിൽ അബോർഷന് ഇവർ പ്രോത്സാഹിപ്പിക്കത്തില്ല. ഓക്കെ. അപ്പോൾ ആ ഗ്ലോബൽ ഗാഗ് റൂൾ, അതിനെയാണ് ഗ്ലോബൽ ഗാഗ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജോർജ് W. ബുഷ് അതിന് സൈൻ ചെയ്തു. അപ്പോൾ ഇതിൽ മനം തൊന്നിട്ട് അല്ലെങ്കിൽ ഇതിൽ ഒരു റിവോൾട്ട് എന്ന പോലെ ഒരു കോൺഫ്ലിക്റ്റഡ് ആയിട്ട് എഴുതിയ ഒരു നോവലാണ് ഈ ഒരു നമുക്ക് പഠിക്കാനുള്ള നോവൽ എന്ന് പറയുന്നത്. ഓക്കെ. അതായത് റീപ്രൊഡക്റ്റീവ് റൈറ്റ്സിനെ ഡിസാസ്റ്റർ ആക്കി എന്നുള്ള രീതിയിലും അബോർഷനെതിരെ വേണ്ട, അതായത് നമുക്ക് ചില സാഹചര്യങ്ങൾ അബോർഷൻ വേണ്ടി വരുമല്ലോ. അതായത് അമ്മയ്ക്ക് ഇപ്പോൾ അമ്മയും കുഞ്ഞും ഉണ്ട്, അതായത് പ്രസവിച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് അതൊരു ഡേഞ്ചറാണ് അല്ലെങ്കിൽ റിസ്കി ആണെന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ അബോർഷൻ വേണം എന്നൊരു സിറ്റുവേഷൻ വരുമല്ലോ. പക്ഷേ അബോർഷനെതിരെയാണ് നമ്മുടെ ജോർജ് W. ബുഷ് ഗ്ലോബൽ ഗാഗ് റൂൾ എന്ന് പറഞ്ഞിട്ട് സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റൂളിനെതിരെയാണ് ആരെഴുതിയിരിക്കുന്നത്? നമ്മുടെ ഈ ഒരു നോവൽ ലൂയിസ് എഡ്രിച്ച് എഴുതിയിരിക്കുന്നത്. വിമൻ്റെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പ്ലോട്ട് സമ്മറി നമുക്ക് നോക്കാം. സയൻസ് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സയൻസ് സെസ് ദ വേൾഡ് ഈസ് ഗോയിങ് ബാക്ക്വേർഡ്, ഹ്യൂമൻസ് ആർ നോ ലോങ്ങർ ഇവോൾവിങ്. അപ്പോൾ അതായത് ഒരു എവല്യൂഷൻ അവിടെ കട്ടായിട്ടിരിക്കുന്നു, ഹ്യൂമൻസ് ഇവോൾവ് ചെയ്യുന്നില്ല. പ്രഗ്നൻസിയും ബർത്ത് എന്ന് പറയുന്നത് ആർ നൗ ഗവൺമെൻറ്റിനെ നല്ല രീതിയിൽ കൺസേൺ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ആരും പ്രഗ്നൻസിക്കും ബർത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. സോ എവല്യൂഷൻ ഹാപ്പൻ ചെയ്യുന്നില്ല, ഹ്യൂമൻ ബീയിങ്സ് തിരിച്ച് ബാക്കിലോട്ട് പോവുകയാണെന്ന് വെച്ചാൽ ഹ്യൂമൻ എവല്യൂഷൻ ഒന്നും ഹാപ്പൻ ചെയ്യുന്നില്ല എന്നൊരു സിറ്റുവേഷനിലാണ് ഇത് നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മുടെ മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടുള്ള സെഡാർ ഹോക്ക് സോങ് മേക്കർ വരുന്നത്. ഈ സ്റ്റോറി പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിലാണ്. ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്താ പറയുക, ഒരു മോഡ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഐ, മീ, മൈസെൽഫ്, വി, അസ് എന്നൊക്കെ പറഞ്ഞ്, ഞാൻ, ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പ്രോനൗൺ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന കഥയാണ് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ നറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് സെഡാറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് ഈ കഥ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് സെഡാർ 4 months പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഈ ബുക്ക് എന്ന് പറയുന്നത്, ഈ സെഡാർ ഒരു ബുക്ക് എഴുതുവാണ്. ആൻഡ് ഷീ ഈസ് റൈറ്റിംഗ് ദിസ് ബുക്ക് അഡ്രസ്സിങ് ഹർ ഫ്യൂച്ചർ ചൈൽഡിന് വേണ്ടി എഴുതുവാണ് ഒരു ബുക്ക്. ഓക്കെ, അപ്പോൾ ഈ ബുക്ക് ഒരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡായിരിക്കും. അവർ ആ ഒരു ജീവിച്ചിരുന്ന കാലഘട്ടത്തിനെ കുറിച്ചും പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്തിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കുട്ടിക്ക് അഡ്രസ്സ് ചെയ്ത് എഴുതുവാണ്, ഒരു റെക്കോർഡ് പോലെ എഴുതുവാണ്. അപ്പോൾ സെഡാറിനെ റേസ് ചെയ്ത അഡോപ്റ്റീവ് പേരൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വൈറ്റ് പേരൻസ് ആണ് ഈ കുട്ടിയെ വളർത്തിയത്. അപ്പം അവരുടെ പേര് ഗ്ലെൻ എന്നും സേറ എന്നുമാണ്. പക്ഷേ ഇപ്പോൾ അവർ യഥാർത്ഥത്തിൽ ഒജിബ്വേ കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരു സ്ത്രീയാണ്, അതായത് ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരു സ്ത്രീയാണ്. സോ അവർക്കിപ്പോൾ അവരുടെ യഥാർത്ഥ പേരൻസിനെ കണ്ടുപിടിക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ സെഡാർ അങ്ങനെ എന്താ പറയുക, എങ്ങനെ എന്ത് ഫോളോ ചെയ്യണം, വൈറ്റ് പേരൻസ് ആണല്ലോ റേസ് ചെയ്തത്. അപ്പോൾ കാത്തോലിക് ചർച്ചിനെ ഫോളോ ചെയ്യണോ വേണ്ടയോ, എന്താണ് ഫോളോ ചെയ്യേണ്ടത്, ക്രിസ്ത്യാനിറ്റി ആണോ അല്ലെങ്കിൽ റിലീജിയൻ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ എന്താണ് ഇവർ എന്ത് റിച്വൽസ് ഫോളോ ചെയ്യണം എന്ന് വെച്ചാൽ വേറെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന് പെട്ട ഒരു വ്യക്തിയാണല്ലോ. അവരെ അഡോപ്റ്റീവ് പേരൻസും കൂടിയാണ്, അഡോപ്റ്റഡ് ചൈൽഡും കൂടെ ആയതുകൊണ്ട് എന്ത് എന്നുള്ള രീതിയിൽ ഒരു കൺഫ്യൂഷൻ ആർക്കുണ്ടായിരുന്നു, സെഡാറിന് ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കാത്തലിക് ചർച്ചിലൊക്കെ ഇവർ ജോയിൻ ചെയ്തിരുന്നു. പക്ഷെ നൗ ഷീ വാണ്ട്സ് ഹെർ ചൈൽഡ്, അതായത് അവരുടെ കുട്ടി, അവരിപ്പോൾ പ്രസവിക്കാൻ പോവുകയാണല്ലോ, 4 months പ്രഗ്നൻ്റ് ആണ്. സോ അവർക്ക് അവരുടെ കുട്ടി യഥാർത്ഥത്തിലുള്ള നേറ്റീവ് ഹെറിറ്റേജിൽ ഒരു കണക്ഷൻ ഫീൽ ചെയ്ത് ജീവിക്കണം എന്ന് ഇവർക്ക് തോന്നുവാണ്. സോ അതുകൊണ്ട് ഇവർ എന്ത് ചെയ്യുവാണ്, ഫസ്റ്റ് ടൈം ഇവരുടെ ഒറിജിനൽ പേരൻസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ ഇറങ്ങിത്തിരിക്കുവാണ്. സോ അങ്ങനെ ഇവർ ബർത്ത് മദറിനെ കാണുന്നു. മേരി പോട്ട്സ് എന്നാണ് ഇവരുടെ ബർത്ത് മദറിൻ്റെ പേര്, മേരി പോട്ട്സ് അഥവാ സ്വീറ്റി. അപ്പം മേരി പോട്ട്സിൻ്റെ ഹസ്ബൻഡ്, അതായത് ഇവർക്ക് ആ സമയത്ത് ഇവിടെ ചെന്നപ്പോൾ സെഡാർ കണ്ടപ്പോൾ അവരുടെ ഒരു സ്റ്റെപ്പ് ഫാദർ ഉണ്ടായിരുന്നു, എഡ്ഡി. ആൻഡ് ഇവരുടെ സ്റ്റെപ്പ് ഫാദറിൻ്റെ മകളാണ് ഹാഫ് സിസ്റ്റർ മേരി പോട്ട്സ്. അഗെയിൻ മേരി പോട്ട്സ് എന്ന് തന്നെയാണ് ഈ നമ്മുടെ യഥാർത്ഥത്തിലുള്ള അമ്മയുടെയും സ്റ്റെപ്പ് ഫാദറിൻ്റെയും മകളുടെ പേര് മേരി പോട്ട്സ്. അപ്പോൾ അവരെ നമ്മൾ ലിറ്റിൽ മേരി എന്ന് വിളിക്കാം. അപ്പോൾ സ്വീറ്റി എന്നുള്ളതാണ് സെഡാറിൻ്റെ യഥാർത്ഥ അമ്മയുടെ പേര്. സ്റ്റെപ്പ് ഫാദറിൻ്റെ പേര് എഡ്ഡി. സ്റ്റെപ്പ് ഫാദറിലുണ്ടായ കുട്ടിയാണ് ഹാഫ് സിസ്റ്റർ മേരി പോട്ട്സ്, അല്ലെങ്കിൽ ലിറ്റിൽ മേരി എന്ന് വിളിക്കാം. അപ്പോൾ അവിടെ ആദ്യമായിട്ട് ഇവരെ കാണാൻ പോകുമ്പോൾ ഭയങ്കര ഒരു കൺഫ്യൂസിങ് ആയിട്ടും ഒരു ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ട് ആർക്ക് തോന്നും, സെഡാറിന് തോന്നും. ആൻഡ് സ്വീറ്റിയുടെ ലൈഫ്, അതായത് അമ്മയുടെ ലൈഫിൽ വലിയ കണക്ഷനൊന്നും ആർക്ക് തോന്നത്തില്ല, സെഡാറിന് തോന്നുന്നില്ല. ആൻഡ് സെഡാർ ലേൺസ് ദാറ്റ് എന്താണ്, എഡ്ഡി എന്ന് പറയുന്ന എഡ്ഡിയുടെ മാനസ്ക്രിപ്റ്റ് ഒക്കെ സെഡാർ വായിച്ചു നോക്കുന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് എക്സെൻട്രിക് ആയിട്ടും കുറച്ച് ക്രേസി ആയിട്ടൊക്കെയാണ് എഡ്ഡി കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചേക്കുന്നു. അതായത് റീസൺസ് നോട്ട് ടു കിൽ യുവർ സെൽഫ് എന്നും പറഞ്ഞൊരു മാനസ്ക്രിപ്റ്റ് ഒക്കെ എഡ്ഡി എഴുതിയിരിക്കുന്നത് ആര് വായിക്കുവാണ്, സെഡാർ ഇങ്ങനെ ആക്സിഡൻ്റലി വായിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ആ സമയത്താണ് ഗ്ലെന്നും സേറയും കൂടെ, സെഡാർ ഇതുപോലെ യഥാർത്ഥ പേരൻസിനെ തപ്പി ഇറങ്ങിയതാണല്ലോ, ആ സമയത്ത് ഇവരുടെ അഡോപ്റ്റീവ് പേരൻസ് ആയിട്ടുള്ള ഗ്ലെന്നും സേറയും ആ സമയത്ത് ഇവിടെ വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ 2 സെറ്റ് ഓഫ് പേരൻസും അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യുവാണ്. അപ്പോൾ അത് സെഡാറിന് ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നുന്നുണ്ട്, അഡോപ്റ്റീവ് പേരൻസും മറ്റേ പേരൻസും. അങ്ങനെ സെഡാർ എന്ത് ചെയ്യുവാണ്, ബയോളജിക്കൽ ഫാമിലിയുടെ വീട്ടിൽ ആ ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്യുന്നു. ബിഫോർ ബെഡ് സ്വീറ്റിയും സെഡാർ, അതായത് യഥാർത്ഥത്തിലുള്ള അമ്മയും മകളും തമ്മിൽ ഒരു നൈസ് മൊമെന്റ് ഷെയർ ചെയ്യുന്നു. ആൻഡ് സെഡാർ അവിടെ വെച്ച് പ്രഗ്നന്റ് ആണെന്ന് പറയുന്നു. സ്വീറ്റി ടെൽസർ അബൌട്ട് ഹർ ബയോളജിക്കൽ ഫാദറിനെ കുറിച്ച്, യഥാർത്ഥ അച്ഛനെ കുറിച്ച് സ്വീറ്റി അവിടെ വെച്ച് സംസാരിക്കുവാണ്. ആൻഡ് കുറച്ച് അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും സെഡാറിന് കുറച്ചൊരു എന്താ പറയുക, ഇറിറ്റേറ്റിംഗ് ആയിട്ടൊക്കെ തോന്നുന്നു, പാരനോയിഡ് ആയിട്ടൊക്കെ തോന്നുന്നു. അപ്പോൾ സെഡാർ എന്താ പറയുക, ഒരു നെക്സ്റ്റ് ഡേ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുവാണ്. ഒരു ഗ്രോസറി സ്റ്റോറിൽ പോയി $8,000 വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു. അതവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു $8,000 ഒക്കെ. അങ്ങനെ കുറച്ച് ബേബി ക്ലോത്ത്സും ടോയ്സും ഒക്കെ വാങ്ങിച്ചു. ആൻഡ് ഒരു എൻഡ് ഓഫ് ദി വേൾഡ് ഷോപ്പിംഗ് പോലെയാണ് ചെയ്തത്. അതായത് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടി. ആൻഡ് എക്സ്റ്റെൻസീവ് എമൗണ്ട് ഓഫ് ലിക്കർ, ബുള്ളറ്റ്സ് ആൻഡ് സിഗരറ്റ്സ് ഒക്കെ ഇവർ മേടിച്ചു. അപ്പോൾ ഫ്യൂച്ചർ ഓഫ് ദ വേൾഡിനെ, അതായത് ഇനി കുട്ടിയുടെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും, ഇനി അങ്ങോട്ട് എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ നെർവസ് ആയിട്ട് സെഡാർ വളരെ അൺഷ്യൂർ ആയിട്ട് നിൽക്കുവാണ്. അതായത് ഒരു ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് എടുക്കണം, കുട്ടിയെ പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്ത് കാണണം എന്നുള്ള രീതിയിൽ. ആൻഡ് അറ്റ് ദി അപ്പോയിൻമെൻറ്റ് ഡോക്ടർ പറയുവാണ് അതായത് ഡോക്ടർ ഭയങ്കര ക്രിപ്റ്റിക് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യാനും സംസാരിക്കാനും തുടങ്ങുന്നു, ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നു. അപ്പോൾ ഡോക്ടറിൻ്റെ ഡയലോഗ് ഇതായിരുന്നു സ്കാൻ ചെയ്യാൻ പോയപ്പം, നമുക്ക് ഒരെണ്ണത്തിന് കിട്ടിയിട്ടുണ്ട്, വി ഹാവ് ഗോട്ട് 1 എന്നുള്ളതായിരുന്നു ഡയലോഗ്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട് സെഡാറിന് തോന്നി. ആൻഡ് ദെൻ ഡോക്ടർ ടെൽ സെഡാർ ദാറ്റ് സെഡാർ ഇവിടെ തന്നെ താമസിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ സെഡാറിനെ എന്ത് ചെയ്യുവാണ്, ഡക്റ്റ് ടേപ്പ് വെച്ച് ഒരു ചെയറിൽ കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട്
ഡോക്ടർ എന്നിട്ട് അങ്ങ് ഓടിക്കളയാണ് ചെയ്യുന്നത്. അറ്റ് ഹോം വൈൽ വർക്കിംഗ് ഓൺ ഹെർ റിലീജിയസ് ന്യൂസ് ലെറ്റർ സീൽ, ഒരു സ്ട്രേഞ്ച് വുമൺ സെഡാറിന്റെ ലാപ്ടോപ്പിലൊക്കെ, അതായത് സെഡാർ പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുന്നുണ്ട്, നമ്മളൊക്കെ കെട്ടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ സെഡാർ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുന്നുണ്ട്, വീട്ടിൽ തിരിച്ചു വരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് അവർ സെഡാറിനൊരു റിലീജിയസ് ന്യൂസ് ലെറ്റർ ഉണ്ട്, സീൽ എന്നാണ് അതിൻ്റെ പേര്. ആ ന്യൂസ് ലെറ്റർ അല്ലെങ്കിൽ ഒരു ന്യൂസ് മാഗസീൻ പോലൊരു സംഭവമുണ്ട്, സീൽ, ZEAL. അപ്പോൾ സീലിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി സെഡാർ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു സ്ട്രേഞ്ച് വുമൺ സെഡാറിൻ്റെ ലാപ്ടോപ്പിൽ അപ്പിയർ ചെയ്യുന്നു. ആൻഡ് ആ സ്ട്രേഞ്ച് വുമൺ ലാപ്ടോപ്പിൽ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ നിൻ്റെ അമ്മയാണെന്നും നിനക്ക് എങ്ങനെ ഉണ്ടെന്നും ഒക്കെ ചോദിക്കുവാണ്. ഫ്യൂ ഡേയ്സ് ലേറ്റർ ആ സ്ത്രീയുടെ ഇമേജ് പിന്നെയും ലാപ്ടോപ്പിൽ അപ്പിയർ ചെയ്യുകയാണ്. അപ്പോൾ സെയിം ഡേ എന്താണ് ഫിൽ, അതായത് ഈ സെഡാറിൻ്റെ വയറ്റിലെ കുഞ്ഞിൻ്റെ അച്ഛൻ, ബേബീസ് ഫാദർ, സെഡാറിൻ്റെ ഡോറിൻ്റെ വെളിയിൽ വരികയും ആൻഡ് ഹി ബ്രിങ്സ് ന്യൂസ് ദാറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യാണ്, എല്ലാ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളെയും ട്രാപ്പിലാക്കാൻ നോക്കുവാണ് എന്നിങ്ങനെ പറയുന്നു. സോ അതുകൊണ്ട് തന്നെ സെഡാറിൻ്റെ വീട്ടിൽ ഇവർ ഹൈഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഒളിച്ച് താമസിക്കാൻ വേണ്ടി ശ്രമിക്കുവാണ്. ഫ്യൂ ഡേയ്സ് ലേറ്റർ എന്താണ് സെഡാർ തന്നെ കാണുന്നുണ്ട് ഒരു പ്രഗ്നൻറ്റ് സ്ത്രീയെ അഗ്രസീവായിട്ട് പോലീസ് എവിടെയോ വലിച്ചടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത്. ആൻഡ് നൗ സെഡാർ ഒഫീഷ്യലി ഹൈഡിങ്ങിലാണ് ആൻഡ് നോ ലോങ്ങർ ലീവ്സ് ദ ഹൗസ്. ഫില്ല് മാത്രം ഇടയ്ക്ക് സപ്ലൈസിന് വേണ്ടി ഇറങ്ങി പോകുന്നുണ്ട്. ആൻഡ് ദെൻ ഹി റിട്ടേൺസ് എ ഫ്യൂ ഡേയ്സ് ലേറ്റർ. വീട്ടിൽ തന്നെ ഇരിക്കാൻ സെഡാറിന് വളരെ ബുദ്ധിമുട്ടാവുന്നു. അമ്മ ഇടയ്ക്കിടയ്ക്ക് കുറേ സെവറൽ മോർ അപ്പിയറൻസസ് ഒക്കെ നടത്തുന്നു. ഒരുപാട് തവണ സെഡാറിനെ ഇങ്ങനെ പോലീസ് പിടിച്ചില്ല എന്നുള്ള സിറ്റുവേഷനിലൊക്കെ ആവുന്നു. ഫില്ല് മോസ്റ്റ് ഓഫ് ദ ടൈം വെളിയിലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ എന്താണ് അതായത് ഫുൾ ടൈം ഫ്രീ ആയിരിക്കും സെഡാർ എന്ന് പറയുന്നത്. ഇനി പാർട്ട് 2 സെഡാറിനെ അബ്ഡക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. തട്ടിക്കൊണ്ട് പോകുന്നു. ഒരു ഡൾ ഹോസ്പിറ്റലിൽ കുറേ അധികം പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളുടെ കൂടെ സെഡാർ കിടക്കുവാണ്. അപ്പോൾ അവരുടെ റൂംമേറ്റ് ആയിട്ട് വന്നത് ആഗ്നസ് ആയിരുന്നു, ഒരു അഗ്രസീവ് ആയിട്ടുള്ളൊരു സ്ത്രീ. ആൻഡ് സെഡാറിൻ്റെ അടുത്ത് പിന്നെ എന്താ പറയുക, സെഡാറിനും ബാക്കിയുള്ള പ്രഗ്നൻറ്റ് സ്ത്രീകൾക്കൊക്കെ വൈറ്റമിൻസ് നേഴ്സ് കൊണ്ട് കൊടുക്കുന്നത് കണ്ടിട്ട് ഈ ആഗ്നസ് പറഞ്ഞു അതൊന്നും എടുക്കണ്ട, അതൊന്നും കഴിക്കണ്ട എന്ന് പറയുന്നുണ്ട്. ആൻഡ് സെഡാർ ഉടനെ തന്നെ ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് സൂൺ ആഫ്റ്റർ ഷീസ് ഇൻട്രൊഡ്യൂസ്, ആഗ്നസ് എന്താണ് പിന്നെ ആഗ്നസ് പ്രസവിക്കുന്നു അവിടെ വെച്ച്. ആൻഡ് പക്ഷേ ആഗ്നസിനെ പിന്നീട് പൊടി പോലും കാണുന്നില്ല. അപ്പോൾ ഭയങ്കര ക്ലൂലെസ് ആയിട്ട് സെഡാർ ഇങ്ങനെ ഇരിക്കുവാണ്, വാട്ട് ഹാപ്പൻ ടു ഹർ എന്നുള്ള രീതിയിൽ. ആഗ്നസിന് പകരം പുതിയൊരു റൂംമേറ്റ് വന്നു. അവർ സംസാരിക്കത്തില്ല, ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള രീതിയിലായിരുന്നു പെരുമാറിയിരുന്നത്. ഒരു പേരും ഇല്ലായിരുന്നു. അപ്പോൾ സെഡാർ അതുകൊണ്ട് അവളെ വിളിച്ചിരുന്ന പേര് സ്പൈഡർ നൺ എന്നായിരുന്നു അവളുടെ ഡയറിയിൽ. അപ്പോൾ ഡയറിയിലാണ് സെഡാർ ഈ വക ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെക്കുന്നത് അപ്പോൾ കുട്ടിക്ക് വേണ്ടി. അപ്പോൾ സെഡാറിൻ്റെ പേര് അറിഞ്ഞുകൂടാത്തതുകൊണ്ട്, പുതിയ റൂംമേറ്റിൻ്റെ പേര് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് സ്പൈഡർ നൺ NUN ഇങ്ങനെയായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സെഡാർ റിയലൈസ് സ്പൈഡർ നണ്ണും വൈറ്റമിൻസ് ഒന്നും എടുത്തിരുന്നില്ല. ബ്ലാങ്കറ്റ്സ് വെച്ചിട്ട്, ഈ സ്പൈഡർ നണ്ണൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാങ്കറ്റ്സ് വെച്ചിട്ട് എന്തോ ചെയ്യുമായിരുന്നു, കെട്ടിയിട്ടിട്ട് വലിയ, അതായത് ആ ബ്ലാങ്കറ്റ് വെച്ചിട്ട് വിൻഡോ സൈഡിൽ തൂക്കിയിട്ടിട്ട് ജനലിലൂടെ രക്ഷപ്പെടാൻ വേണ്ടി ബ്ലാങ്കറ്റ്സ് എല്ലാം ഇങ്ങനെ കെട്ടി വെക്കുന്നതായിരുന്നു ഈ സ്പൈഡർ നൺ അല്ലെങ്കിൽ പുതിയ റൂംമേറ്റിൻ്റെ ജോലി. അങ്ങനെ 2 റൂംമേറ്റ്സും കൂടി ബ്ലാങ്കറ്റ്സ് സ്റ്റീൽ ചെയ്ത് വലിയ ഒരു ലോങ് റോപ്പാക്കി മാറ്റാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് നൈറ്റ്സ് ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്തു. അങ്ങനെ സെഡാറിൻ്റെ എന്താ പറയുക, സേറ ഉണ്ടല്ലോ നമ്മുടെ സെഡാറിൻ്റെ ഹോസ്പിറ്റൽ റൂമിൽ ഒരു നേഴ്സിൻ്റെ രൂപത്തിൽ വരുന്നു. സെഡാർ ഭയങ്കര സന്തോഷമാവുന്നു അമ്മയെ കണ്ടപ്പോൾ. 2 of them become more പോസിറ്റീവായിട്ട് എസ്കേപ്പ് പ്ലാനൊക്കെ ഇങ്ങനെ പറയുന്നു, രണ്ടുപേരും ഡിസ്കസ് ചെയ്യുന്നു. പക്ഷേ സേറ അൺഫോർച്ചുനേറ്റ്ലി പ്രൊവൈഡ് സെഡാർ വിത്ത് ഡിവാസ്റ്റേറ്റിംഗ് ന്യൂസ് ദാറ്റ് ഫില്ലായിരുന്നു സെഡാറിനെ ഹോസ്പിറ്റലാക്കിയെന്ന് പറയുന്നു. കാരണം ഫില്ലിനെ ഗവൺമെൻറ്റിലെ ഒഫീഷ്യൽസ് ഒരുപാട് ടോർച്ചർ ചെയ്തു. അങ്ങനെ ഫില്ലാണ് ഇവരെ ഒറ്റിക്കൊടുത്ത് സെഡാറിനെ ഹോസ്പിറ്റലാക്കിയത്. അങ്ങനെ എന്താണ് ടെമ്പററി ആയിട്ടുള്ള ബ്ലാങ്കറ്റ് റോപ്പൊക്കെ ആ റിക്വയർഡ് ലെങ്ത് ആയപ്പോഴത്തേക്കും എസ്കേപ്പ് പ്ലാൻ ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ പക്ഷേ മിനിറ്റ്സ് ബിഫോർ എസ്കേപ്പിംഗ് ഒരു നേഴ്സ് വന്ന് ഇവരിത് റോപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്ന കണ്ടു. അത് കോൺഫിസ്കേറ്റ് ചെയ്തു. പക്ഷേ ഈ നേഴ്സ് പുറത്തോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സ്പൈഡർ നണ്ണുണ്ടല്ലോ എന്ത് ചെയ്തു, നേഴ്സിനെ അറ്റാക്ക് ചെയ്തു, സ്ട്രാങ്കിൾ ചെയ്തു കൊന്നു. ആൻഡ് ഇവർ ആദ്യമായിട്ട് സംസാരിക്കുവാണ് നമ്മുടെ സ്പൈഡർ നൺ. ഹെൽപ്പിന് വേണ്ടി ചോദിച്ചു. 2 പേരും കൂടെ ചേർന്ന്, സെഡാറും സ്പൈഡർ നണ്ണും കൂടെ ചേർന്നിട്ട് ഈ നേഴ്സിനെ കൊല്ലുവാണ് ചെയ്യുന്നത്. അപ്പോൾ സ്പൈഡർ നണ്ണിൻ്റെ യഥാർത്ഥ പേര് അപ്പോഴാണ് സെഡാർ മനസ്സിലാക്കുന്നത്, ടിയ ജാക്സൺ എന്നായിരുന്നു. ആഫ്റ്റർ ദ മേർഡർ സെഡാറും ടിയയും കൂടി വിൻഡോയുടെ വെളിയിലോട്ട് ക്ലൈംബ് ചെയ്തിട്ട് എന്നിട്ട് സേറ ബോട്ടം ഓഫ് ദ ബിൽഡിങ്ങിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 3 പേരും കൂടി സ്റ്റോറേജ് ഏരിയയിൽ ഹൈഡ് ചെയ്തു. അവിടെ തന്നെ നൈറ്റ് സ്പെൻഡ് ചെയ്തു. അപ്പം സെഡാറിനാണെന്നുണ്ടെങ്കിൽ ഈ നേഴ്സിനെ കൊന്ന മെമ്മറി ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ആ രാത്രി ഫുള്ള്. അങ്ങനെ ഇവർ കുറേയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹൈഡ് ചെയ്ത് ആ ബിൽഡിങ്ങിൽ തന്നെ കഴിച്ചു കൂട്ടി കുറച്ചത് ആ ഒരു നൈറ്റ്. ഇവൻച്വലി ടിയയ്ക്ക് ലേബർ പെയിൻ വരാൻ തുടങ്ങി. അങ്ങനെ സേറയും സെഡാറും കൂടി ബർത്തിനെ അസിസ്റ്റ് ചെയ്തു ആൻഡ് കാം ടിയ. അങ്ങനെ ഒരുപാട് മണിക്കൂറിന് ശേഷം ടിയ ഒരു സ്റ്റിൽ ബോൺ ബേബിക്കാണ് ബർത്ത് കൊടുത്തത്. അതായത് മരിച്ചുപോയി ആ കുട്ടി.
പ്രസവത്തിൽ മരിച്ചുപോയൊരു കുട്ടിയെ എന്താണ് ആര് ടിയ ഗിവ്സ് ബർത്ത്. അങ്ങനെ ലേറ്റർ എന്ത് ചെയ്യുന്നു, ഈ ഗ്രൂപ്പിൽ നിന്ന് ടിയ പോവുകയാണ്. ആൻഡ് ഷീ റീയൂണൈറ്റ്സ് വിത്ത് ഹർ ഹസ്ബൻഡ്. സേറ അഡ്മിറ്റ്സ് ടു സെഡ ദാറ്റ് എന്താണ് എന്തായാലും ഇപ്പം സേറയ്ക്ക് ഇത് കാണുമ്പം പേടിയാവുന്നു. മോൾക്ക് അപ്പം കുഞ്ഞ് വേണ്ടായിരുന്നുവല്ലോ എന്നൊക്കെയുള്ളൊരു തോന്നൽ സേറയുടെ മൈൻഡിൽ വരുന്നു. പക്ഷേ സേറ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ നിന്ന് സെഡാറിനപ്പം രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ സെഡാറിന് അതൊരു വലിയൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം ആയിട്ട് തോന്നുവാണ്, അതായത് കുഞ്ഞ് വേണ്ടാന്ന് അമ്മയുടെ വായിൽ നിന്ന് കേട്ടപ്പം. പാർട്ട് 3 എന്ന് പറയുന്നത് ഫൈനലി സെഡാർ ആൻഡ് സേറ ഒരു ബിൽഡിങ്ങിൽ എത്തുവാണ്, ഹൈഡ് ചെയ്യുവാണ്. ആൻഡ് ഭയങ്കര സേഫ് ആയിട്ടുള്ളൊരു ബിൽഡിങ്ങാണ്. അപ്പോൾ സിറ്റിയിൽ ജീവിക്കുന്നതിനേക്കാളും നല്ലൊരു ഏരിയ ഉണ്ട് ഈ ഒരു സ്ഥലത്ത്. അങ്ങനെ അവർ മറ്റേ പോർട്ടിൻ്റെ ഹൗസിൽ താമസിക്കുന്നു. ആൻഡ് ബയോളജിക്കൽ ഫാമിലിയായിട്ട് സെഡാർ നല്ല രീതിയിൽ കണക്റ്റഡ് ആവുന്നു. എഡ്ഡി, അതായത് നമ്മുടെ സ്റ്റെപ്പ് ഫാദർ എന്ന് പറയുന്ന പൊളിറ്റിക്സിൽ ഒരുപാട് ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആവുകയാണ്. ആൻഡ് ലാൻഡ് തിരിച്ചു കിട്ടാൻ വേണ്ടി. അപ്പം ഫുൾ ടൈം ആര് സ്റ്റക്കാണ്, സെഡറും സേറയും ഫുൾ ടൈം ഇങ്ങനെ വീട്ടിൽ സ്റ്റക്കായിട്ടിരിക്കുവാണ്. അങ്ങനെ അവർ ഭയങ്കര കോൺവേഴ്സേഷനും ഡീപ്പായിട്ടുള്ള കണക്ഷനൊക്കെ ഇവർ തമ്മിലാവുന്നു. ആ സമയത്ത് ഷീ റിവീൽസ് എ സീക്രറ്റ് ഓഫ് സെഡാസ് ഐഡൻറ്റിറ്റി. അതായത് പറയുവാണ്, അഡോപ്റ്റഡ് അല്ലായിരുന്നു ഈ കുട്ടി, ഗ്ലെൻ എന്ന് പറയുന്നത് തന്നെയാണ് ബയോളജിക്കൽ ഫാദർ എന്ന് ആര് പറയുന്നു, നമ്മുടെ സേറ പറയുവാണ്. അപ്പോൾ ഇത് സെഡാറിന് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നി പ്രോസസ്സ് ചെയ്യാൻ. ആൻഡ് എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലാതായിപ്പോയി. അങ്ങനെ സെഡാറിനെ പിന്നീട് സെക്കൻഡ് ടൈം അബ്ഡക്റ്റ് ചെയ്യുവാണ് ഗവൺമെൻറ് ഒഫീഷ്യൽസ് അല്ലെങ്കിൽ പോലീസുകാർ. ഒരു സെപ്പറേറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ സ്ത്രീകൾ ബേബീസിനെ പ്രസവിക്കണം എന്നുള്ളൊരു റൂളുള്ളൊരു സ്ഥലമായിരുന്നു, ഫോഴ്സ് ടു ക്യാരി ബേബീസ്. അപ്പോൾ വിമൺ ഇൻ ദ ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ അൺടിൽ ദെയർ ഡെത്ത് സ്ത്രീകൾ പ്രസവിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരു ഹോസ്പിറ്റലിലാണ് സെഡാർ എത്തപ്പെടുന്നത്. അതാണ് സെഡാറിൻ്റെ ഫ്യൂച്ചറായി മാറുന്നത്. അറ്റ് ദി എൻഡ് ഓഫ് ദ ബുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഷീ ഗീവ്സ് ബർത്ത് ടു എ ഹെൽത്തി ബോയ്. അപ്പം ലൂയിസ് എട്രിച്ച് കൺക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെഡാർ ന്യൂ ബോൺ ചൈൽഡിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. പക്ഷേ ഷീ കനോട്ട് സീ ദാറ്റ് ബേബി ഇൻ പേഴ്സൺ. പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ കുഞ്ഞിനെ അങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹോസ്പിറ്റലിലാണ് ലാസ്റ്റ് ആരെത്തിപ്പെടുന്നത്, സെഡാർ എത്തിപ്പെടുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ സെഡാർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ന്യൂ ബോൺ ചൈൽഡിൻ്റെ അടുത്ത്. പക്ഷേ അവൾക്ക് കാണാൻ പറ്റത്തില്ല ആ ന്യൂ ബോൺ ചൈൽഡിനെ. എന്ന് വെച്ചാൽ പ്രസവിച്ച ഉടനെ തന്നെ അമ്മമാരുടെ അടുത്തുനിന്ന് ബേബീസിനെ മാറ്റുവാണ്. എന്ന് വെച്ചാൽ അവരിങ്ങനെ പ്രസവിച്ചുകൊണ്ടേ ഇരിക്കണം അൺടിൽ ദേ ഡൈ. അങ്ങനെ ലാസ്റ്റ് ഇത് എൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ലാസ്റ്റ് സ്നോഫോൾ എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത് എർത്തിൽ എന്നിങ്ങനെ വണ്ടറടിച്ച് സെഡാർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ക്യാരക്ടേഴ്സ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. സെഡാർ ഹോക്ക് സോങ് മേക്കറാണ് നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ്. നറേറ്റർ ഓഫ് ദ സ്റ്റോറി അവരാണ്. പ്രഗ്നൻറ്റ് 26-year-old ഒജിബ്വേ വുമൺ ആണ്. ഡാർക്ക് ഐസ് ആണുള്ളത് ആൻഡ് പെയിൽ സ്കിൻ ടോൺ ആണുള്ളത്. ഒരു അഫ്ലുവൻറ്റ് വൈറ്റ് ഫാമിലിയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. സേറ ആൻഡ് ഗ്ലെന്നെ ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. സെഡാർ നേറ്റീവ് ഐഡൻറ്റിറ്റി വെച്ചിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സെഡാറിൻ്റെ ബർത്ത് നെയിം എന്ന് പറയുന്നത് മേരി പോട്ട്സ് എന്നാണ് കേട്ടോ. അവരുടെ അമ്മയുടെയും ഗ്രാൻഡ് മദറിൻ്റെയും ഹാഫ് സിസ്റ്ററിൻ്റെയും ഒക്കെ പേര് മേരി പോട്ട്സ് എന്ന് തന്നെയാണ്. ആൻഡ് ഒരു ഡെഡിക്കേറ്റഡ് മദറാണ്. പിന്നെ സെറ, അടുത്തത് നമ്മുടെ സേറ സോങ് മേക്കറാണ്. അത് വൈറ്റ് അഡോപ്റ്റീവ് മദർ ഓഫ് സെഡാർ ഹോക്ക്. പിന്നെ സേറ എന്ന് പറയുന്നത് ഒരു ലോങ് ബ്യൂട്ടിഫുൾ വൈറ്റ് ഗ്രേ ഹെയർ ഉള്ളൊരു സ്ത്രീയായിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ട്രൂലി ബ്യൂട്ടിഫുൾ പീപ്പിൾ ആണ് ഇവർ, സേറയും അവരുടെ ഹസ്ബൻഡും എന്ന് പറയുന്നത്. ബുദ്ധിസ്റ്റ് ആണ് അവർ, വീഗൻസ് ആണ്. പിന്നെ ഭയങ്കര കോഷ്യസ് ആയിട്ടാണ് ഇവർ താമസിക്കുന്നത് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ നേഴ്സ് ഉണ്ടല്ലോ, സ്ട്രാങ്കിൾ ചെയ്ത് മരിക്കുന്നത്. അപ്പോൾ അവരെന്ന് പറയുന്നത് സെഡാറിനെയും ടിയെയും പിന്നെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നതായിരുന്നു ഈ നേഴ്സ്. അവരുടെ പേര് ഒറിയൽ എന്നാണ്, ORIELEE. അപ്പോൾ ഹൈ സെക്യൂരിറ്റി ക്ലിയറൻസ് ഒക്കെ, അതായത് ഒറിയലിനെന്ന് വെച്ചാൽ ഹൈ സെക്യൂരിറ്റി ക്ലിയറൻസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്നാലും എന്താണ്, ഈ ഒറിയലാണ് മറ്റേ സെഡാറിൻ്റെയും ടിയയുടെയും ഒക്കെ പ്ലാൻ എന്താണ് എസ്കേപ്പ് പ്ലാൻ പൊളിക്കാൻ നോക്കുന്നത്. ആൻഡ് ഇവരെ അവസാനം മറ്റേ രണ്ടുകൂടെ കൊല്ലുവാണ് ചെയ്യുന്നത് അല്ലേ. പിന്നെ സ്പൈഡർ നൺ അല്ലെങ്കിൽ ടിയ ജാക്സൺ എന്ന് പറയുന്നത് സെഡാറിൻ്റെ അതേ റൂമിലുണ്ടായിരുന്ന സ്ത്രീയാണ്. പ്രീവിയസ്ലി അവരൊരു ഫാഷൻ ഡിസൈനർ ആയിരുന്നു. അങ്ങനെയാണ് ഇവർ ബ്ലാങ്കറ്റ്സ് വെച്ചിട്ട് മറ്റേ റോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ടിയയ്ക്ക് സ്റ്റിൽ ബോൺ ചൈൽഡാണ്. അതോറിറ്റീസിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടോടി ഹസ്ബൻഡുമായിട്ട് റീയൂണൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മേരി പോട്ട്സ് എന്ന് വെച്ചാൽ നമ്മുടെ സെഡാറിൻ്റെ യഥാർത്ഥത്തിലുള്ള അമ്മ, ബയോളജിക്കൽ മദർ എന്നും പറഞ്ഞ് സ്വീറ്റി എന്നും പറഞ്ഞ് നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ ബർത്ത് മദർ ഓഫ് സെഡാർ എന്നാണ് പറയുന്നത്. ഡാർക്ക് ഹെയർ ആൻഡ് ഐസ് ആണുള്ളത്. 16 വയസ്സുള്ളപ്പോഴാണ് സെഡാറിനെ ഇവർ പ്രസവിക്കുന്നത്. എന്നിട്ട് ഇവർ അഡോപ്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഷീ ഈസ് വെരി വാം ടു സെഡാർ. പിന്നെ നമ്മുടെ ഹാഫ് സിസ്റ്റർ ലിറ്റിൽ മേരി അല്ലെങ്കിൽ മേരി പോട്ട്സ്, അതൊരു 16 വയസ്സുള്ള പെൺകുട്ടിയാണ്. യങ് ആണ്, ഡാർക്ക് ഐസ് ആണുള്ളത്, ഹെവി ഐലൈനർ യൂസ് ചെയ്യുന്നു, ഡാമേജ്ഡ് ലോങ് ഹെയർ ആണുള്ളത് കേട്ടോ. ആൻഡ് മൾട്ടിപ്പിൾ പിയേഴ്സിങ്സ് ഉണ്ട്.
ഷീ ഡിസ്ക്രൈബ്സ് ഹെർസെൽഫ് എസ് ഗോത്ത് ലോലിത എന്നാണ് മേരി പോൾസ് ഹാഫ് സിസ്റ്റർ സ്വന്തമായിട്ട് വിളിക്കുന്നത്. ഒരു എഡ്ജി ടീനേജർ ടൈപ്പാണ്, ഭയങ്കര അഗ്രസീവായിട്ടുള്ളൊരു ഹെവി ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരു ടീനേജറാണ്. അപ്പോൾ ഇതിനകത്ത് തീം വരുന്നതെന്ന് വെച്ചാൽ സ്ത്രീകളെയും ബേബീസിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ഗവൺമെൻറ്. എവല്യൂഷൻ ഡിക്ലൈൻ ആയി തുടങ്ങിയപ്പോൾ റീപ്രൊഡക്റ്റീവ് എബിലിറ്റീസ് ഓഫ് ദ ഹ്യൂമൻ റേസ് ത്രട്ടൻഡായി അല്ലേ. അപ്പോൾ എക്സ്റ്റിങ്ഷൻ പ്രിവെൻറ്റ് ചെയ്യണം ഗവൺമെൻറ്റിന്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളെ ഈ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി ട്രാപ്പ് ചെയ്തിടുന്നതും സ്ത്രീകൾക്ക് മുകളിൽ കൺട്രോൾ ചെയ്യാനൊക്കെ നോക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ സൊസൈറ്റി ഡൗൺഫോൾ ചെയ്യാൻ അല്ലെങ്കിൽ പോപ്പുലേഷൻ കുറയാതിരിക്കാൻ വേണ്ടിയാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. ഫെർട്ടൈൽ വുമണിനെ ഇംപ്രിസൺ ചെയ്യുന്നു, ക്യാപ്ചർ ചെയ്യുന്നു, പിന്നീട് ഇവരെ എന്ത് ചെയ്യാണ്, പ്രസവിക്കാൻ വേണ്ടി ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം സെഡാറാണ് ഇതിനകത്ത് വിക്റ്റിമായിട്ട് മാറുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് വരുന്ന മറ്റൊരു തീമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ചിങ് ഫോർ ഐഡൻറ്റിറ്റി. സെഡാർ എന്ന് പറയുന്ന ഒരു ഒജുവേ കമ്മ്യൂണിറ്റിയിലുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ തിരിച്ച് ആ ബയോളജിക്കൽ പേരൻസിനെ അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ കമ്മ്യൂണിറ്റിയെ തിരക്കി പോകുന്നത്. സോ ആ ഒരു കാര്യം സംസാരിക്കുക. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ എൻഡ് ഓഫ് എവല്യൂഷൻ. ഒരു ക്ലൈമറ്റ് കാറ്റാസ്ട്രഫിയാണ് ലാസ്റ്റ് സെഡാറിൻ്റെ ജേണിയിൽ വരുന്നത്. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടി സ്നോ വീഴുന്നില്ല. അതുകൊണ്ടാണ് ഇവർ വണ്ടർ ചെയ്യുന്നത് എപ്പോഴായിരിക്കും ഇനി സ്നോ ഫോൾ എന്നും പറഞ്ഞ് ലാസ്റ്റ് നോവൽ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ വിൻ്ററിൻ്റെ സമയത്ത് പോലും സ്നോ വീഴുന്നില്ല. അപ്പോൾ എവല്യൂഷനും പ്രശ്നമായിക്കൊണ്ടിരിക്കുവാണ്. സോ അങ്ങനെ ക്ലൈമറ്റും പ്രശ്നമായിക്കൊണ്ടിരിക്കുവാണ്. ആൻഡ് പ്രഗ്നൻസിയുടെ കാര്യവും, അതായത് സ്ത്രീകളെ എന്താണ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഫോഴ്സ് ചെയ്യുന്നു. സോ അങ്ങനെ ഹെവി സർവൈലൻസ് ഗവൺമെൻറ് ചെയ്യുവാണ്. സോ പിന്നെ ഇത് ഇത്രയാണ് ഇതിനകത്ത് തീമായിട്ട് വരുന്നത്.